നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പരീക്ഷയ്ക്ക് തോറ്റ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. കെട്ടിച്ചു വിടും. എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ ഇവളോട് പറയൂ. പഠിക്കണോ അതോ ആരുടെയെങ്കിലും ഭാര്യയായി ഏതെങ്കിലും വീട്ടിലെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടണമെന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കാൻ പറ. ദീപക്കേട്ടൻ ചേച്ചി ഇവിടെ ഇല്ലെന്ന് വല്യച്ഛനെ അറിയിക്കും. അത് വലിയ പ്രശ്നമാവും. വേഗം ചേച്ചി ഫോൺ ചെയ്ത് വിവരം അറിയിക്കാം. ഹലോ അപ്പു. ചേച്ചി ചേച്ചി എത്രയും വേഗം ഇവിടെ എത്തണം. ആകെ കുഴപ്പമായി. എന്തോ ചെപ്പു? ചേച്ചി മുറിയിലില്ലാന്ന് ദീപക്കേട്ടന് മനസ്സിലായി. വല്യച്ഛനെ ദീപക്കേട്ടൻ ഉറപ്പായിട്ടും ചേച്ചി ഇവിടെ ഇല്ലാന്ന് അറിയിക്കും. എത്രയും വേഗം ചേച്ചി ഇവിടെ എത്തണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. എന്തുപറ്റി മാഡം? രാജു, എനിക്ക് എത്രയും വേഗം വീട്ടിലെത്തണം. രാജുന്റെ ബൈക്കില് എന്നെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യോ? അതിനെന്താ മാഡം? നിന്റെ ആ ആഗ്രഹം മനസ്സിലിരിക്കത്തേ ഉള്ളടി. നീ എന്റെ രാജുവിന്റെ കൂടെ ബൈക്കിൽ പോകുന്നത് എനിക്കൊന്ന് കാണണം. ഇരിക്കെ. എന്ത് തിരക്കാണെങ്കിലും ഇത് മുഴുവൻ കഴിച്ചിട്ട് പോയാ മതി. ദാ വെള്ളം കുടിക്ക. രാധമ്മേ, ഞാൻ ഇറങ്ങാണേ. ആ കുടിക്ക. ഇനി കഴിക്കേ. എടി റിതികെ, നിനക്ക് എന്റെ രാജുവിന്റെ കൂടെ ബൈക്കിൽ പോണം അല്ലേ? അത് രാത്രിയില് ശരിയാക്കി തരാം. എടി മന്ത്രിയുടെ മോളെ, ഇനി നീ എന്റെ രാജുവിന്റെ കൂടെ എങ്ങനെ ബൈക്കിൽ പോകുന്ന എനിക്കൊന്ന് കാണണം. ഋത്തിക ഇവിടെ ഇല്ലെന്ന് അമ്മാവനോട് ചെന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട. ഋത്തിക വീട്ടിലില്ലെന്ന കാര്യം ഞാൻ അമ്മാവനോട് പറയുന്നതിലും നല്ലത് അമ്മാവനോട് പറയുന്നതാണ്. എടി മിടുക്കി, നിന്റെ ഈ കൊച്ചു തലയ്ക്കുള്ളില് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ? ചേച്ചി എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? കൃത്യസമയത്ത് നീ ഫോൺ ചെയ്തത് കൊണ്ടും ദീപക് എന്നെ റൂമിൽ പൂട്ടിയിട്ടുന്ന് പറയാനുള്ള ബുദ്ധി ചെറിയമ്മയോട് പറഞ്ഞത് കൊണ്ടും മാത്രം ഞാൻ രക്ഷപ്പെട്ടത്. സമ്മതിച്ചല്ലോ. അപ്പൊ ട്രീറ്റ് വേണം. എന്താ നിനക്ക് വേണ്ടതെന്ന് പറ മോളെ. ഈ ചേച്ചി വാങ്ങി തരില്ലേ നിനക്ക്? നിറയെ ഐസ്ക്രീം, കുറേ ചോക്ലേറ്റ്. നാളെ തന്നെ മേടിച്ചു തരും, ഉറപ്പ്. അപ്പൊ ഈ ബുദ്ധി നിന്റേതായിരുന്നു അല്ലടേ കൊച്ചു കാന്താരി? എന്നെ എടിപൊടിന്ന് വിളിച്ചാണല്ലോ. വിളിക്കും, നിന്നെയും വിളിക്കും, ഇവളെയും വിളിക്കും. അമ്മാവനോട് നുണ പറഞ്ഞ് എന്നെ സൈഡാക്കിയിട്ട് രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് ആഘോഷിക്കാണല്ലേ? അതെ. നീ രാജുവിന്റെ വീട്ടിൽ പോയതല്ലേ? സത്യം പറയടി.
നിനക്ക് സ്പൈ വർക്കും ഉണ്ടോ ദീപക്? അതെ, നിന്റെ ഊഹ ശരിയാ. പക്ഷേ ഇനി നീ എന്നെ ഒന്നും ചെയ്യില്ല. നീ നടത്തിയ പ്ലാൻ പൊളിഞ്ഞ് പാളിസായി. നീ എന്റെ കയ്യിലൊന്ന് പിട നിർത്തിക്കോ. ഒന്ന് ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. താൻ എന്റെ ചേച്ചി ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല, മനസ്സിലായോ? ഇനി താൻ ഇവിടെ നിന്ന് വലിയ ഡയലോഗ് അടിച്ചാലേ ഞാൻ ചെന്ന് വല്ലിച്ചിനോടെല്ലാം പറഞ്ഞു കൊടുക്കും. പറയുമ്പോ താൻ ഈ റൂമിൽ കയറിയെന്ന് മാത്രമല്ല, എന്നെ അടിച്ചൊന്നും ഞാൻ പറയും. വിട്ടോ വിട്ടോ. രാജു. ഹലോ രാജു. ലതിക മാഡം, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? ഇവിടെ ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാ രാജു. രാജു എവിടെയാ? ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാ. ഇവിടെ ദീപക് എന്നെ ഒന്ന് പൂട്ടാൻ നോക്കി. പക്ഷേ അപ്പുവിന്റെ ബുദ്ധിയുണ്ട്, തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു. ഓ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അച്ഛനെ ഞങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഓക്കെ മാഡം, എങ്കിൽ ഞാൻ വെക്കുവാണേ. പിന്നെ ആ പൊട്ട ബൈക്കൊന്ന് മാറ്റി കേട്ടോ, അല്ലെങ്കിലേ ആ സൈക്കിള് സ്ഥിരാക്കിക്കോ. അതാവുമ്പോ പഞ്ചറായും ബ്രേക്ക് ഡൗൺ ആയും ഇടയ്ക്ക് പണി തരില്ലല്ലോ. ഓഹോ, ഇപ്പൊ അങ്ങനെ ആയോ? ഓക്കെ, ബൈ രാജു. ബൈ. എങ്കിൽ ഗുഡ് നൈറ്റ് ചേച്ചി, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ് അപ്പു. ഹൃതികെ, പേടിക്കണ്ട. ഞാനൊരു കാര്യം മോളെ ഓർമ്മിപ്പിക്കാനാ വന്നത്. നിന്റെ തലവര മാറാൻ പോകുന്ന ദിവസം നാളെ. അതായത് നിന്റെ എക്സാമിന്റെ റിസൾട്ട് വരുന്ന ദിവസം. വിദ്യാഭ്യാസ മന്ത്രിയുടെ മകളുടെ എക്സാം റിസൾട്ട്. ഇനി നീ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. പരീക്ഷയ്ക്ക് തോറ്റ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. കെട്ടിച്ചു വിടും. എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ ഇവളോട് പറയേ. പഠിക്കണോ അതോ ആരുടെയെങ്കിലും ഭാര്യയായി ഏതെങ്കിലും വീട്ടിലെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടണമെന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കാൻ പറ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.